ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായേ വധശിക്ഷ നടപ്പിലാക്കാറുള്ളൂ. 1962 നാസി യുദ്ധ കുറ്റവാളിയായ അഡോൾഫ് ഐക്മാനെ തൂക്കിലേറ്റിയതിനു ശേഷം ഇസ്രായേലിൽ ഇതുവരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ പ്രത്യേക സാഹചര്യം എന്ന പേരിൽ ഇപ്പോൾ അത്തരമൊരു കടുത്ത മനുഷ്യത്വ വിരുദ്ധ നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ. ഈ പുതിയ നിയമനിർമ്മാണം വെറും ഒരു ശിക്ഷാ നടപടി മാത്രമല്ല, മറിച്ച് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ നിയമത്തിനായി വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. ഒക്ടോബർ 7 സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ശിക്ഷിക്കണമെന്നും അവരെ ബന്ദിക്കൈമാറ്റ ചർച്ചകളിൽ ഉൾപ്പെടുത്തരുത് എന്നുമാണ് ഇവരുടെ പ്രധാന വാദം. എന്നാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. തടവിലാക്കപ്പെട്ടവർക്ക് വധശിക്ഷ നൽകുന്നത് അവരെ രക്തസാക്ഷികളായി ചിത്രീകരിക്കാൻ കാരണമാകുമെന്നും അത് മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടുമെന്നുമാണ് സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നെതന്യാഹു സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ നിയമം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും കടുത്ത ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കം നിയമപരമായ നിഷ്പക്ഷത പാലിക്കുമോ എന്നതും തടവിലുള്ളവർക്ക് തുല്യാവസരം ലഭിക്കാൻ ഇടയാക്കുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട ആശങ്കകളാണ്. വിചാരണകൾ പരസ്യമാക്കുന്നത് നിയമപരമായ പ്രക്രിയ എന്നതിലുപരി ഒരു ഷോ ട്രയലായി മാറാൻ സാധ്യതയുണ്ട് എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.